നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അല്ല മാഡം, എങ്ങോട്ടാ നമുക്കിപ്പോ പോകേണ്ടത്? എന്തിനാ പോകുന്നത്? എന്റെ അച്ഛന്റെ എന്റെ കുടുംബത്തിന്റെ അഭിമാനം നശിക്കാൻ പോകുന്നു. അത് തടയണ്ടേ രാജു? അതെന്റെ കടമയല്ലേ? മാഡം, അതിനുവേണ്ടി നമ്മളിപ്പോ പോകുന്ന വലിയ വലിയ ആളുകളൊക്കെ ആവുമ്പോ ഇങ്ങനെ ചില നിയന്ത്രണങ്ങളൊക്കെ ഉണ്ടാവും. അതനുസരിച്ച് പെരുമാറാൻ ശീലിക്കണം ഞങ്ങളെ പോലുള്ള സാധാരണക്കാര്. ചേച്ചി, എനിക്ക് ദാഹിക്കുന്നു. വാ, നിങ്ങൾ വാ. വാ വാ മോളെ വാ. അവൾക്ക് വരാൻ കണ്ടൊരു സമയം. എനിക്ക് വേണ്ട. നിങ്ങൾ ഇപ്പോഴാണ് വരുന്നത്? കുറച്ചു വൈകി. എന്താ ഇവിടെ എത്തിട്ട് വിളിക്കാതിരുന്ന? അപ്പോഴേക്ക് കുട്ടി വന്നു. നമസ്തേ സാറ്. വരണം. നമസ്കാരം സാർ. എല്ലാവരും എത്തിയിട്ടില്ലേ? ഇന്ന് രാജുവിനെ പ്രതീക്ഷിക്കേ വേണ്ട. ഇവൻ ഇന്ന് ഫുൾ ബിസി ആയിരിക്കും. കല്യാണ നടത്തിപ്പിന്റെ ഫുൾ ചാർജും ഇവനാ. ഞങ്ങൾ ഇങ്ങനെ അണിഞ്ഞൊരുങ്ങി നിൽക്കുന്നേ ഉള്ളൂ. എവിടെ എന്തൊക്കെ നടക്കണം നടക്കണ്ടെന്ന് തീരുമാനിക്കുന്നതേ രാജുവാ. രാജു, നീ അവരെ അങ്ങോട്ട്. ശരി സാർ. എന്നാ ശരി. അവര് കേറിയല്ലോ അമ്മേ. ഇനി അവരുടെ അഹങ്കാരം കൂടി നമ്മൾ കാണേണ്ടി വരും. ഒന്നുമില്ല, അവരുടെ തല കുനിയാൻ പോകുന്നതേ ഉള്ളൂ. അതിനുള്ള ദിവസമായി ഇന്ന്. അപ്പോ അമ്മ വേറെ പ്ലാൻ ഇട്ടിട്ടുണ്ടോ? നിനക്ക് എന്തറിയാ എന്നെ കുറിച്ച്? ക്ഷത്രിയ രക്തമാ ഈ സിരകൾ കൂടി ഒഴുകുന്നത്. എനിക്കറിയാം എന്ത്, എപ്പോ, എങ്ങനെ വേണോന്ന്. നീ കണ്ടോ ഇന്നിവിടെ എന്താ സംഭവിക്കാൻ പോകുന്നേന്ന്? ഭ്രാന്തുണ്ടോ? എന്ത് മണ്ടത്തരാ നീ കാണിക്കുന്നേ? എനിക്കിനി ജീവിക്കണ്ട. നീ ഇരിക്ക്. എന്ത് പറ്റിന്ന് പറ. എന്ത് പ്രശ്നമാണെങ്കിലും നമുക്കതിന് പരിഹാരം ഉണ്ടാക്കാം. ഇല്ല ഋതു, പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എന്താ നിന്നെ അലട്ടുന്ന പ്രശ്നം എന്ന് പറ. എടി, ഞാനല്ലേ ചോദിക്കുന്ന. എന്ത് രഹസ്യവും നിനക്ക് എന്നോട് പറയാലോ. നോക്ക്, പരിഹാരമില്ലാത്ത ഒരു പ്രശ്നവും ഈ ലോകത്തില്ല. അതിൽ നിന്ന് ഒളിച്ചോടുമ്പോഴല്ല, അത് നിന്നെ തീർക്കുമ്പോഴാ നമ്മളൊക്കെ മനുഷ്യരാവുന്നത്. എന്നോടെങ്കിലും ഒന്ന് തുറന്നു പറ. എന്തിനാ നീ ഇങ്ങനെ കരയുന്നേ? പറയാം, എല്ലാം ഞാൻ പറയാം. അമ്മേ, മോളെ കല്യാണം വിളിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ വന്നേ ഉള്ളൂ. ഇൻവിറ്റേഷൻ കാർഡുള്ളവരെ മാത്രമാണല്ലോ അകത്തേക്ക് കയറ്റി വിട്ടോണ്ടിരുന്നത്. എങ്ങനെ അകത്ത് കയറി? എന്നെ സെക്യൂരിറ്റിക്കാരൻ അവിടെ തടഞ്ഞു. ഞാൻ പിന്നെ ഒരു കാർഡ് ഒപ്പിച്ചോണ്ടിങ്ങ് വന്നു. എന്തിനാ ഇത്ര റിസ്ക് എടുത്തു വന്നേ? ആരെ കാണാനാ? രാജുവിനെ. ഇതുപോലെ വലിയൊരു വേദിയിൽ വെച്ച് രാജുവിനെ കണ്ടിരിക്കാൻ കിട്ടുന്ന അവസരം വേണ്ടെന്ന് വെക്കാൻ തോന്നിയില്ല. അതിനൊന്നും ഒരു കുഴപ്പമില്ല മോളെ. സ്നേഹം ഉണ്ടെങ്കിലേ ഇങ്ങനെയൊക്കെ തോന്നും. വാ മോളെ ഇവിടെ ഇരിക്കേ. അല്ല, എനിക്ക് രാജുവിനെ കാണണമായിരുന്നു. അവനെ ഭയങ്കര തിരക്കില്ല മോളെ. ഈ മുഴുവൻ ഏർപ്പാടുകളുടെ മേൽനോട്ടം അവനാ. നിന്ന് തിരിയാൻ സമയമില്ല. എന്തായാലും
മോളെ കണ്ട അവൻ ഓടി വരും. അതെ, അവൻ അപ്പുറത്തെങ്ങാനും കാണും. മോളൊന്ന് ചെന്ന് നോക്കിക്കേ. ശരി അമ്മേ, ശരി. വാ. ഇങ്ങനത്തെ കല്യാണത്തിന് വേണ്ടത് അത്ര നല്ല ശീലമല്ല. അവളെ കല്യാണം കൂടാൻ വന്നതല്ല, രാജുവിനെ കാണാൻ വന്നതാ. അതിലേ ഒരു തെറ്റുമില്ല. താലി കെട്ട് കഴിഞ്ഞ ഉടനെ ഇല വെക്കണം. സാധാരണ കല്യാണമല്ല ഇത്, സാറ് നേരിട്ട് നടത്തുന്ന കല്യാണം. വിഭവങ്ങളൊക്കെ ഇലയുടെ ഏതെങ്കിലും ഭാഗത്ത് വിളമ്പിയാ പോരാ, അതാതിന്റെ സ്ഥാനത്ത് തന്നെ വിളമ്പണം. ശരി സർ. രാജു, ആ രമ്യോ, രമ്യ എന്താ ഇവിടെ? പേടിക്കണ്ട, കല്യാണത്തിനായിട്ട് വന്നതല്ല, രാജുവിനെ കാണാൻ വേണ്ടി വന്നതാ. ഞാനിന്നലെ തന്നെ മോതിരം ഉണ്ടല്ലോ, അത് ചേരുന്നുണ്ടോ നോക്കണല്ലോ, അതിന് വന്നതാ. അത് വീട്ടിൽ വരുമ്പോ നോക്കിയാ പോരെ. ഇതേ കണ്ടില്ലേ, ഞാനാണെങ്കി നല്ല തിരക്കില്ല. ഇതുപോലൊരു കല്യാണ ഓഡിറ്റോറിയത്തിൽ വെച്ച് വേണം രാജുവിന്റെ കയ്യിൽ മോതിരം നോക്കാനെന്ന് ഞാൻ തീരുമാനിക്കാൻ വേറൊരു കാരണവും കൂടിയുണ്ട്. ഇന്നലെ പറയാനുള്ളതൊന്നും പറഞ്ഞില്ലല്ലോ, അതിന് പറ്റിയ സ്ഥലം ഇതാ. ഓക്കെ, രമ്യ ഒരു കാര്യം ചെയ്യേ, എന്റെ വീട്ടുകാരുടെ കൂടെ പോയിരിക്കെ, കെട്ട് കഴിയട്ടെ, എന്നിട്ട് കാണാം. അതിനു മുമ്പ് എനിക്ക് വേണ്ടി കുറച്ച് സമയം രാജു തരണം. കുറച്ച് മിനിറ്റുകൾ മതി. പറ്റില്ലെന്ന് പറയരുത് പ്ലീസ്. എന്താ ഇത്ര അത്യാവശ്യമായിട്ട് പറയാനുള്ളത്? നമുക്കേ അങ്ങോട്ടൊന്ന് മാറി നിൽക്കാം, വാ. എന്താ, വേഗം പറയേ, എനിക്ക് ഒട്ടും സമയമില്ല. അത് രാജു, എന്താന്ന് വെച്ചാ പറയേ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷം ഏതാണെന്നറിയോ? അവളവളുടെ പുരുഷനെ കണ്ടുപിടിക്കുന്ന നിമിഷം. ഞാനത് രാജു, മാഡം ഇവിടെ ഒന്ന് നിൽക്കാണോ? എന്താ മാഡം? എന്റെ കൂടെ ഒന്ന് വേഗമാ, നമുക്കൊരു സ്ഥലം വരെ പോണം. മാഡം എന്താ അത്യാവശ്യം? അതൊക്കെ ഉണ്ട്, എല്ലാം പറയാം. വേഗം വണ്ടി എടുക്കും, വാ. അല്ല രാജു, രമ്യ, ഞാൻ പറഞ്ഞു തീർന്നില്ല. രാജു, നീ നിക്ക്, രാജു, ഞാൻ വാ, വന്നിട്ട് പറയാം. പറയാം. ഇതൊരു അത്യാവശ്യ കാര്യ, ഞാൻ വന്നിട്ട് സംസാരിക്കാം. ഇവൾ അവന്റെ കൂടെ എങ്ങോട്ടാ പോകുന്നത്? അല്ല മാഡം, എങ്ങോട്ടാ നമുക്കിപ്പോ പോകേണ്ടത്? എന്തിനാ പോകുന്നത്? എന്റെ അച്ഛന്റെ എന്റെ കുടുംബത്തിന്റെ അഭിമാനം നശിക്കാൻ പോകുന്നു. അത് തടയണ്ടേ രാജു? അതെന്റെ കടമയല്ലേ? മാഡം, അതിനുവേണ്ടി നമ്മളിപ്പോ പോകുന്ന. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.